ഹായ് കൂട്ടുകാരെ, അസ്സലാമലൈക്കും. എന്താണ് എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖല്ലേ? എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ഒരു ചിക്കൻ പിടിയാണ്. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഇൻഗ്രീഡിയൻസിനനുസരിച്ച് എല്ലാതും തയ്യാറാക്കണേ. അപ്പോൾ അതിന് ഇത് പത്തിരിക്ക് പൊടി വാട്ടണ പോലെ അതേപോലെയാണ് വാട്ടിയെടുക്കേണ്ടത്. അപ്പം അതിന് പാകത്തിന് ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് വെച്ച് അളവും കാര്യങ്ങളൊക്കെ ഞാൻ എഴുതിയത് പ്രകാരം തന്നെ ചെയ്യണം കേട്ടോ. അപ്പം അതിലേക്ക് പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. വെള്ളത്തിൽ ഉപ്പും കൂടെ ചേർത്തിട്ട് ഇളക്കി കൊടുക്കുക തിളച്ച് വരുമ്പോൾ. എന്നിട്ട് അത് പൊടി വാട്ടി വെച്ചതൊന്ന് ഒരു പാത്രത്തേക്ക് ഇട്ടിട്ട് ഒന്ന് പാകത്തിന് ചൂടാറിയതിന് ശേഷം അതൊന്ന് നല്ലോണം തരി വെളിച്ചെണ്ണയും കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ചെറിയ ചുടുവെള്ളം കൂടെ ചേർത്തിട്ട് അത് ഒന്ന് നല്ലോണം കുഴച്ചെടുക്കുക. പത്തിരിക്ക് കുഴക്കണ അത്ര ഇല്ലാച്ചെങ്കിലും ഏകദേശം അതേപോലെ തന്നെ കുഴച്ചെടുത്തിട്ട് ഇതേപോലെ ഒരേ പിടിയാക്കിയിട്ട് നമ്മളിങ്ങനെ കയ്യിൽ വെച്ചിട്ട് പരത്തിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ വെക്കണം കേട്ടോ. ഇനി അതൊന്ന് നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ അത് ആവി കയറ്റാൻ വേണ്ടിയിട്ട് വെള്ളം അടുപ്പത്ത് വെച്ച് ഇതേപോലത്തെ ഒരു ഹോളുള്ള പാത്രം എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് ആവി കയറ്റിയെടുക്കുക. അപ്പോൾ അതൊരു 10-25 മിനിറ്റ് കഴിയുമ്പോഴേക്കും അത് ആവി കയറിക്കോളും. അപ്പോഴേക്കും നമുക്ക് അതിലേക്ക് വേണ്ട മസാലകൾ റെഡിയാക്കാം. അതിന് ഞാൻ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചൂടായിട്ട് വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് പാകത്തിന് അത് ഒന്ന് പാകത്തിന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് സവോളയും കൂടെ ഇട്ടെടുത്തിട്ട് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ തക്കാളി ഒന്നിട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുത്താൽ, പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഇനി വേപ്പിലയും പാകത്തിന് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് വേണ്ട മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ചിക്കൻ്റെ കുറച്ച് മസാലപ്പൊടി, ഗരം മസാലയുടെ പൊടി, അതെല്ലാതും കൂടെ ഇട്ടിട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിക്കിടാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലില്ലാത്ത ചിക്കന് കഴുകി കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, വെള്ളം വരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആ ചിക്കൻ്റെ പീസും കൂടെ ചെറിയ പീസാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. അതും കൂടെ ഇട്ട് കൊടുക്കണം. അതിൻ്റെ മുന്നേ മല്ലിയിലും പുതിനയും കൂടെ അതിലാഡ് ചെയ്ത് കൊടുക്കുക. ഇനി ആ ചിക്കൻ്റെ പീസും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് ഞാനിതിൽ കൊടുത്തിട്ടുള്ള അതേ അളവ് പ്രകാരം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കതൊരു വിസിലിനേട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇത് മട്ടൻ കൊണ്ടും ബീഫ് കൊണ്ടും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ എല്ലാം ചെറിയ പീസാക്കി എല്ലില്ലാത്ത പീസ് എടുത്തിട്ട് വേണം ഇതിലിട്ട് കൊടുക്കുക. അപ്പം ഓരോന്നിൻ്റെ ഇതിൻ്റെ വേവിനനുസരിച്ച് നിങ്ങൾ വിസിലിൻ്റെ എണ്ണം കൂട്ടി കൊടുക്കുക. അപ്പോൾ നമ്മൾ അവിടെ ആവിയിൽ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്ന ആ പിടി അത് വെന്ത് അപ്പോൾ ഒന്ന് ചൂടാറിയതിന് ശേഷം ഈ മസാല വെന്ത് റെഡിയായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മളെ കോഴിപ്പിടി ചിക്കൻ പിടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ എല്ലാവരും ട്രൈ ചെയ്ത് കൊടുക്കുക. നല്ല ടേസ്റ്റാണ് കഴിക്കാനൊക്കെ. നമുക്ക് രാത്രിയിലത്തെ ഫുഡിനോ ബ്രേക്ക്ഫാസ്റ്റിനോ ഒക്കെ ഇത് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ കാണണേ, ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണം കേട്ടോ. ഓക്കെ.